രത്നം ഈ വർഷം തിയേറ്റർ റിലീസ് ചെയ്യുന്ന തമിഴ് സിനിമയാണ്. ഓൾമോസ്റ്റ് എന്തൊക്കെയോ കളക്ഷൻ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കണ്ടതാണ്. പടം എൻ്റെ പൈസ പോയി, അല്ലെങ്കിൽ എൻ്റെ നെറ്റ് പോയി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഞാൻ ഹരീൻ്റെ പടം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇതൊരു ജാതി ഊമ്പിയ പടമായി പോയി. വെറുതെ പട്ടിഷോ. പട്ടിഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗം സിനിമയിലെ ഫ്രാഞ്ചൈസിലെ ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ് ഈ സിനിമ. കാരണം സിംഗം സിനിമയിലെ പോലെ തന്നെ ചില ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാമറ ആക്ഷൻസ് അങ്ങനെ ഇങ്ങനെ. അതല്ലാതെ പ്രത്യേകിച്ച് ഈ പടത്തിൽ പ്രത്യേകമായ കഥയൊന്നുമില്ല. പിന്നെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറയുന്നില്ല, DSP അണ്ണനാണ്. DSP അണ്ണൻ വെറുതെ ഷോ, വെറുതെ ആ ലേബൽ ഉണ്ടെന്നേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു പവറായ ഒരു BGM ഒന്നും ഇല്ല. തുടക്കത്തിൽ എന്തോ ടൈറ്റിൽ എന്തൊക്കെയോ ഭയങ്കര സംഭവത്തിൽ കൊടുത്തപ്പോൾ ഞാനും വിചാരിച്ചു എന്തോ തീ സാധനമാണെന്ന്. ഒരു മൂഞ്ചിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ വിശാലിൻ്റെ ആ മാർക്ക് ആൻ്റണി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു പടം. ഇത് വെറും വെറും പുക. പിന്നെ ഈ സിനിമയിൽ എന്താ പറയുക, ഈ കണ്ടന്റ് മേക്കേഴ്സ് ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, അവർക്ക് ഈ പടം നല്ല രീതിയിൽ ഊക്കാൻ പറ്റിയ സീൻസൊക്കെ ഉണ്ട് സിനിമയിൽ. ഞാനത് കണ്ട് ചിരിച്ച്. കുറച്ച് മീമൊക്കെ ഉണ്ട് സിനിമയിൽ. ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സിനിമ ഡൗൺലോഡ് ചെയ്തോ, കാരണം അതിനുള്ള കണ്ടന്റ് ഉണ്ട് സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ യോഗി ബാബുവിനൊക്കെ വെറുതെ സിനിമയിൽ എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു സൈഡ് റോളായിട്ട് യോഗി ബാബു. മറ്റേ യാണെ എന്ന സിനിമയിലുള്ള പോലെ തന്നെ ഈ സിനിമയിലും ഒരു സൈഡ് റോള്. ഒരു ലോജിക്കും ഇല്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ പടം എന്തൊക്കെയോ കളക്ഷൻ ഉണ്ടാക്കിയെന്നിട്ട് ഞാൻ സാധനം കണ്ടത്. വെറുതെ ഒരു ആവശ്യമില്ലായിരുന്നു. വെറുതെ നമ്മൾ കണ്ട് സ്ഥിരം പാറ്റേൺ തന്നെയാണ്. ഹരി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇനി ഇല്ല, മതി. പിന്നെ സിനിമ ഓടാൻ ചാൻസ് കണ്ടത് മിക്കവാറും സിനിമ ട്രെയിലർ വരെ പറ്റിച്ചിട്ടുണ്ടാവും പ്രേക്ഷകരെ. എന്തായാലും എനിക്ക് ബിലോ ആവറേജ് ആണ്. കണ്ടിട്ട് നിങ്ങൾ പറ.